സൂറത്തുൻ നിസായിലെ 165 വചനത്തിലും അള്ളാഹു ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. റുസുലൻ മുബശ്ശിരീന വ മുൻദിരീൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായി കൊണ്ട് ദൂതന്മാരെ നാം അയച്ചു. എന്തിനാണ് ദൂതന്മാരെ അയച്ചത്? ഈ രണ്ട് സംഗതികൾക്കാണ്. സന്തോഷവാർത്ത അറിയിക്കാൻ, താക്കീത് നൽകാൻ. അതെന്തിനു വേണ്ടിയാണ്? ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ ബഅദർ റുസുൽ, ദൂതന്മാരെ അയച്ചതിന് ശേഷം ജനങ്ങൾക്ക് അള്ളാഹുവിനെതിരിൽ ഒരു ന്യായം ഇല്ലാതിരിക്കാൻ വേണ്ടി. അപ്പൊ പ്രവാചകന്മാരെ അയച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് അള്ളാഹുവിനോട് തിരിച്ചു വാദിക്കാം, നീ ദൂതനെ അയച്ചില്ലല്ലോ, ഞങ്ങളത് ബോധ്യപ്പെടുത്തിയില്ലല്ലോ, ശിർക്ക് ചെയ്യരുത്, കുഫ്ർ പ്രവർത്തിക്കരുത്, നിന്നെ തന്നെയാണ് ആരാധിക്കേണ്ടത് എന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയാൻ ഒരു ന്യായം, ഒരു ഹുജ്ജത്ത് അള്ളാഹുവിനെതിരിൽ ജനങ്ങൾക്കില്ലാതിരിക്കാൻ. അപ്പൊ കൃത്യമായി ഇതുപോലുള്ള ആയത്തുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും, പ്രവാചകന്മാരെ നിയോഗിക്കപ്പെട്ടാൽ തന്നെ ഹുജ്ജത്ത് സ്ഥാപിതമായി കഴിയും. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടു, മുഹമ്മദ് എന്ന പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന് വിവരം കിട്ടുന്ന ഓരോരുത്തന്റെ മേലും ഹുജ്ജത്ത് സ്ഥാപിതമായി. ആരാണ് ഈ മുഹമ്മദ് നബി, അദ്ദേഹം എന്താണ് പഠിപ്പിച്ചത് എന്ന് പഠിക്കേണ്ടത് ആ വിവരം കിട്ടിയവന്റെ ബാധ്യതയാണ്. അതോടുകൂടി ഹുജ്ജത്ത് സ്ഥാപിതമായി. ഇത് ഖുർആൻ തന്നെ പറഞ്ഞതാണ്, ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ ബഅദർ റസൂൽ. ഇനി ഇതിലൂടെ രണ്ട് കാര്യങ്ങൾ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു. നേരത്തെ ആയത്ത് സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ ആരാധിക്കണം, താഗൂത്തിനെ വിളിക്കണം.